ബിനോയ്, ഈ കപ്പൽ ഒരു ചരിവുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഏറ്റവും പുതുതായി ലഭിച്ച ദൃശ്യങ്ങളാണ്. കപ്പലിൽ കണ്ടെയ്നറുകൾ കത്തുന്ന കടുത്ത പുക ആകെ പറക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിനും ഏറെ വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. നിലവിൽ വലിയ രീതിയിൽ പുക ഉയരുന്നതും ഈ രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കപ്പലിനെ തിരിച്ചെടുക്കാനുള്ള ശ്രമമെല്ലാം തന്നെ ഏകദേശം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. കപ്പൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നു. കേരളത്തിന്റെ പുറംകടലിൽ തീപിടിച്ച കപ്പലിന്റെ അപകടകരമായ വസ്തുക്കളുടെ കാർഗോ മാനിഫെസ്റ്റ് ഔദ്യോഗികമായി പുറത്തുവിട്ടു തുടങ്ങിയ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. 157 കണ്ടെയ്നറുകളിൽ അത്യന്തം അപകടകാരിയായ ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇത് ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പരിസ്ഥിതി മലിനീകരണം, സമുദ്ര മലിനീകരണം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പഠനം വേണ്ടിവരും എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്നാൽ കപ്പലിന് ഒരു ചരിവുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കണ്ടെയ്നറിന്റെ ഏകദേശം പകുതിയോളം ഭാഗം ഏതാണ്ട് പൂർണ്ണമായും തീ വിഴുങ്ങിയ ഒരു നിലയിൽ തന്നെയാണ് ഉള്ളത്. ഇന്നലെ അർദ്ധരാത്രിയിലടക്കം തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ, ദൃശ്യങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ കണ്ടതാണ്. കപ്പലിൽ നിന്ന് തീയും പുകയും ഇപ്പോഴും ഉയരുന്നൊരു സാഹചര്യമാണ്. ഇത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ വെല്ലുവിളി ആക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. തീപിടിക്കുന്നതും വെള്ളവുമായി കലർന്നാൽ അപകടകരമാകുന്ന രാസവസ്തുക്കൾ കപ്പലിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. കപ്പൽ അപകടത്തിൽ പൊള്ളലേറ്റ് മംഗലാപുരത്തെ ആശുപത്രിയിലുള്ള 6 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. നേവിയും കോസ്റ്റ് ഗാർഡും നടത്തിയ മിന്നൽ നീക്കങ്ങളിലാണിത് ഈ അപകടത്തിന്റെ ആഘാതം കുറച്ചത് എന്ന് വേണം തന്നെ പറയാൻ. 3 ആഴ്ചക്കിടെ 2 വൻ കപ്പൽ ദുരന്തങ്ങൾ ഉണ്ടായതോടെ ഏകദേശം കേരള തീരം നേരിടുന്നത് സമാനതകളില്ലാത്ത പാരിസ്ഥിതിക ഭീഷണിയാണ് എന്നുള്ള വിവരങ്ങൾ അടക്കം തന്നെ പുറത്തു വരുന്നുണ്ട്. പിന്നെ തുടരുക, ഇപ്പോൾ കോഴിക്കോട് നിന്നും അഭിനായ് പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിനായ്, വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, ഇപ്പോഴും നിലവിൽ തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ തീ കത്തുന്നതിനനുസരിച്ച് ഈ കപ്പൽ ഒരു ഭാഗത്തേക്ക് ഇടതുവശത്തേക്ക് ചെരിയുന്നുമുണ്ട്. ഈ ചെരിയുന്ന ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ കപ്പലിന്റെ ഡെക്കുകളിൽ നിന്നും ഉഗ്രൻ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. കൂടാതെ മറ്റ് കണ്ടെയ്നർ ഒരു സാഹചര്യം, കാരണം വീണ്ടും ഈ കണ്ടെയ്നറുകൾ ഒരു പക്ഷേ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം വീണ്ടും ദുഷ്കരമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കി. ബിനോയ്, ഇപ്പോൾ ഈ കപ്പൽ ചരിയുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കപ്പലിൽ തീയും പുകയും ആളിക്കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ വെല്ലുവിളിയാകുന്നതും ഇത്തരത്തിൽ പുക, വലിയ രീതിയിൽ കറുത്ത പുക പടരുന്നതും ഒപ്പം തന്നെ ഈ തീ ആളിക്കത്തുന്നതും തന്നെയാണ്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളിയായി തന്നെ ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത്, ഇത്തരത്തിൽ ഈ മാർഗം പോകുന്ന മറ്റ് കപ്പലുകൾക്കടക്കം തന്നെ വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ തന്നെ മറ്റ് കപ്പലുകൾക്കടക്കം നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ലേ? ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ എന്തൊക്കെയാണ് സജ്ജമായിരിക്കുന്നത്? വൃന്ദ, ഈ കാഴ്ച മറയ്ക്കുന്ന തരത്തിലുള്ള പുകപടലങ്ങളാണ് ഇപ്പോൾ ഈ കടൽപ്പരപ്പിലെല്ലാം തന്നെ പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ കപ്പലിലുണ്ടായിരിക്കുന്ന രാസവസ്തുക്കളുടെ കാഠിന്യം, അല്ലെങ്കിൽ അവ അത്രയധികം ദോഷകാരികളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ റോഡ് മാർഗമോ റെയിൽ മാർഗമോ കൊണ്ടുപോകാൻ കഴിയാത്ത രാസവസ്തുക്കൾ ഈ കണ്ടെയ്നറുകൾ ഉണ്ടാകും എന്ന് ഇന്നലെ തന്നെ ചില വിദഗ്ധർ നമ്മളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഈ കണ്ടെയ്നറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ്
ഇതാണ് നേരത്തെ നേവിയുടെ PRO നമ്മളോട് വ്യക്തമാക്കിയത്. കാരണം ഈ കപ്പലിനടുത്തേക്ക് ചെന്നാൽ മാത്രമേ ഇതിനെ കൂടുതൽ വേഗത്തിൽ തീയണയ്ക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ വളരെ ദൂരെ നിന്നും വെള്ളം കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുകളിലുള്ള നോസിലുകൾ വഴി വെള്ളം ആ കപ്പലിൻ്റെ സമീപത്തേക്ക് മഴ പെയ്യിക്കുന്നത് പോലെ വെള്ളം ചിതറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിൽ വെള്ളം ചിതറിക്കൊണ്ടിരുന്നാൽ തന്നെയും ഇപ്പോൾ തന്നെ ഏകദേശം 24 മണിക്കൂറിനോളം ആകുന്നു. തീപിടുത്തം കഴിഞ്ഞിട്ട് 25 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത്രയധികം സമയമായിട്ടും ഒരു കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ. ഇത് സമുദ്രനിരപ്പിന് മുകളിൽ മാത്രമല്ല അടിത്തട്ടിലേക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ ഉണ്ടായി തുടങ്ങിക്കാണാം എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതിൻ്റെ ഇന്ധന ടാങ്കിനോ മറ്റും ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയധികം ചൂട് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വളരെ സൂക്ഷ്മതയോട് കൂടിയാണ് ഫയർ ഫൈറ്റേഴ്സും അടങ്ങുന്ന സംഘവുമായി ഇപ്പോൾ ആ ഭാഗത്തേക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കൂടി എത്തിയതിന് ശേഷം മാത്രമാണ് ഒരു പൂർണ്ണമായ രൂപത്തിലേക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും വളരെ വേഗത്തിൽ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ള വിവരമുണ്ട്. ഒരു പക്ഷേ ഈ കപ്പൽ ഇനി സമുദ്രത്തിലേക്ക് ചരിയുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും, ഗുരുതരമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അതിനകത്തേക്കുള്ള രാസവസ്തുക്കൾ, അതായത് വെള്ളവുമായി കലർന്നാൽ വളരെ വേഗത്തിൽ തീ പിടിക്കുന്നതും അമ്ലാംശമുള്ള തരത്തിലേക്ക് വെള്ളം മാറുന്നതുമായ ചില വസ്തുക്കളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പാരിസ്ഥിതികമായ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഈ കണ്ടെയ്നറുകളുടെ ഒഴുകിയെത്താനുള്ള സാധ്യത തെക്കോട്ടാണ്. അതായത് ജലത്തിൻ്റെ പ്രവാഹം കണക്കിലെടുക്കുമ്പോൾ അത് തെക്കോട്ടേക്കാണ് ഒഴുകേണ്ടത്. എറണാകുളം തുടങ്ങിയ മേഖല, കൊച്ചി തുടങ്ങിയ മേഖലകളിലേക്ക് ഒഴുകിയെത്താണ് അതിൻ്റെ സാധ്യത. ആ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഉള്ള ഒരു നീക്കം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിൽ വെള്ളം ചീറ്റുന്നില്ല എങ്കിൽ പോലും ഇതിന് തീ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വൃന്ദ. ശരി, ഡി ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.